ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മുടെ ഉള്ളി തീയലിനെ അല്ലെങ്കിൽ പാവയ്ക്ക തീയലിനെ അനുകരിക്കുന്ന ഒരു തീയൽ ഇന്നുണ്ടാക്കാം. മറ്റൊന്നും കൊണ്ടല്ല, ഇറച്ചി കൊണ്ടാണ്. പഴയ കറിയാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ആണ്ടി 2 പ്രാവശ്യം ഇറച്ചി കൂട്ടിയാലായി, അത്രയേ ഉള്ളൂ. അത്ര കുറവാണ്. അതും കോഴി. ഇതുപോലെ അവൈലബിൾ അല്ല ഇതൊന്നും. അപ്പോൾ നമ്മുടെ വീട്ടിൽ അന്നത്തെ കാലത്തും ഒരുപാട് ഇറച്ചി വിഭവങ്ങളുടെ ആധിക്യമൊന്നുമില്ല. ആകെ 1-2 തരത്തിൽ വയ്ക്കും. ഒരു തോരൻ വയ്ക്കും, ഒരു ഒലത്തുണ്ടാക്കും. അതൊക്കെ അല്ലാതെ അതിൽ വലിയ മാറ്റങ്ങളൊന്നും റെസിപ്പിയിൽ വന്നിട്ടില്ല. അങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ ഞാൻ കഴിച്ചിട്ടുള്ള, വളരെ അപൂർവമായി മാത്രം കഴിച്ചിട്ടുള്ള ഒരു ഇറച്ചി തീയലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതൊരു 2.5 മണിക്കൂർ കിടന്ന് വേകണം. ഈ നാടൻ കോഴിയാണ്. എത്ര വെന്താലും അത് വേവ് കുറവായിരിക്കും, പക്ഷേ നല്ല ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇറച്ചിയൊന്നും ഇപ്പോൾ ഉള്ള ആൾക്കാർ കഴിക്കുന്ന മാതിരി അന്നൊന്നും കഴിച്ചിട്ടുമില്ല. അത്തരമൊരു തീയലാണ്. തനി നാടനാണ്. അപ്പം ഒരുപാട് ഒരു ഇൻഗ്രീഡിയൻസും വേണ്ട. അതുകൊണ്ട് നമുക്ക് അതാവട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം. ചെറുതായിട്ട് മുറിച്ച ചിക്കൻ 1/2 കിലോ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തത്. ഇത് 1/2 കിലോ. അത് നമ്മളങ്ങ് ചേർത്തു. അടുത്ത ചേരുവ എന്ന് പറയുന്നത് ഉള്ളിയാണ്. ചുമന്നുള്ളി, ഷാലറ്റ്സ്, സ്മോൾ റെഡ് അനിയൻ. അത് കീറുകയൊന്നും വേണ്ട, ഇതൊന്നിച്ചിട്ടാവേ. ഇതൊരു പഴയ കറിയാണ് കേട്ടോ, ഒട്ടുമേ മോഡേൺ അല്ല. അതൊരു കപ്പ് നല്ല പോലെയുണ്ട്. 1/2 കിലോ ഇറച്ചി, 1 കപ്പ് ചുമന്നുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്. ഇഞ്ചി ഒരു 1 ഇഞ്ച് കഷ്ണം നീളത്തിന് അരിഞ്ഞിരിക്കുന്നു. പച്ചമുളക് 4-5 എണ്ണം ഉണ്ട്. എല്ലാം പച്ചയ്ക്കായിടണേ. വെളുത്തുള്ളി ഒരു 10-12 അല്ലിയുണ്ട്. ഇറച്ചിയല്ലേ, അതുകൊണ്ട് ഇട്ടു. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം. ഇതിപ്പോൾ പച്ചവെള്ളം ഒഴിച്ചത്. പാകത്തിന് ഉപ്പ്. കഷ്ടിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് തിളച്ച് ഒന്ന് വേകട്ടെ. അപ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പെന്ന് പറയുന്നത് ഒരു 8, 10, 12 വറ്റൽമുളക് അവരവരുടെ പാകത്തിന്. ഒരുപാട് വലിയതാണെങ്കിൽ 12 ഒന്നും എടുക്കരുത്, 8 എണ്ണം എടുത്താൽ മതി. ഇടത്തരമാണെങ്കിൽ 10. ഞാനൊരു ഇടത്തരം എടുത്തിരിക്കുന്നത്, 10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പിടി മല്ലി. തീയലാണെങ്കിലും ഇറച്ചിക്ക് മല്ലി കൂടുതൽ വേണം, തീയലിന് വളരെ കുറച്ച് മതി. ഇത് തേങ്ങ പ്രസ്ഡ്, 1/2 കപ്പ് തേങ്ങ കണ്ടേക്കും. ഇത് ഞാൻ പ്രസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ അരപ്പിന് വേണ്ട, വറക്കാൻ വേണ്ട ചുമന്നുള്ളി. പട്ട, ഗ്രാമ്പ്, ഏലക്കായൊന്നും പണ്ടൊന്നും ചേർക്കാറില്ല. ഒരല്പം പെരിഞ്ജീരകം മാത്രം. അത് ആ ചൂടിലങ്ങ് അരയ്ക്കാനെടുക്കുമ്പോൾ വറുത്ത് വാങ്ങുമ്പോൾ ഇടുകയുള്ളൂ. കുരുമുളകും അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ കുരുമുളക് ചതച്ചതങ്ങിടും. കരിവേപ്പിലയും കൂടെ കുട്ടി വേണേ വറക്കാം. കരിവേപ്പില ഇട്ട് വറുത്ത് പൊടിക്കണ്ട. കരിവേപ്പില ഫ്രഷായിട്ടങ്ങ് ചേർത്താലും മതി. എല്ലാ ഓപ്ഷനും സാധ്യം. അപ്പോൾ ഇതൊന്ന് വറക്കാൻ നമുക്ക്. പാകത്തിന് മൂപ്പിക്കുക. ഇത് വേകുന്ന സമയത്ത് നമുക്കിത് വറുത്തെടുക്കാം. ഇതെൻ്റെ ഇറച്ചി മീനിൻ്റെ പാത്രവും അതിൻ്റെ അടപ്പുമാണ്. വേറൊന്നിനും ഇത് ഉപയോഗിക്കുകയില്ല. ഞാൻ മാറ്റി വയ്ക്കും. തവി പോലും ഉപയോഗിക്കുകയില്ല. അത് ഒരു 9-10 മുളക്, മല്ലി, തേങ്ങ, ഉള്ളി. ഇത് വാടി മൂത്ത് വരട്ടെ. ഇതാണ് അരപ്പ്. മസാല എന്ന് പറയണത് ഇതാണ്. ഇതൊന്ന് വറുത്ത് പാകമാകുമ്പോൾ ഇനി നമ്മൾ കണ്ടാൽ മതിയല്ലോ. ഞാനിവിടെ നിന്ന് ഇളക്കും. അത് കഴിഞ്ഞ് അത് പെരിഞ്ജീരകം വെറുതെ ആ ചൂടിലിടുകയുള്ളൂ അരയ്ക്കാനെടുക്കുമ്പോൾ അല്ലേ വാങ്ങുമ്പോൾ. കുരുമുളകും അന്നേരം ഇട്ടാൽ മതി, ഇപ്പോഴേ ഇടണ്ട. പിന്നെ കുരുമുളക് പൊടി ഇട്ടാലും മതി, ചതച്ച് വച്ചിരിക്കുന്നത്. മിക്കവാറും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതൊന്ന് വറക്കട്ടെ.
കരിവേപ്പില ഞാൻ ഇതിൽ ഇട്ട് ഒരുപാട് മൂപ്പിക്കുകയില്ല. കറക്റ്റായിട്ട് മൂത്തു. നമുക്കൊരു തുള്ളി എണ്ണ ഒഴിക്കാം. ഒന്നും കൂടി ഇളക്കിയിട്ട് ഇത് വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി വാങ്ങിയിട്ടിട്ടാലും മതി. ഇത് പൊടിക്കുകയാണ് അടുത്ത ജോലി. പൊടിച്ചരയ്ക്കുക. ഒന്ന് പൊടിച്ച് അരച്ചെടുക്കട്ടെ. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് എല്ലൊക്കെയുള്ള ചെറിയ കഷ്ണങ്ങളാണ് കറി കട്ടായതുകൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൽ വേണമെങ്കിൽ ഉരുളക്കിഴങ്ങിടാം, ഉള്ളിക്ക് പകരം സവോള ഇടാം. ഉരുളക്കിഴങ്ങിട്ടാൽ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. പക്ഷെ പണ്ട് അങ്ങനെ പതിവില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അരപ്പ്. വറുത്തെടുത്ത സംഗതികളെല്ലാം കൂടി ഭംഗിയായിട്ട് അരച്ചു. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കുക. കുറച്ച് വെള്ളം പാകത്തിന്, അവരവർക്ക് ഏത് പരുവം വേണോ, കുറുകൻ വേണമെങ്കിൽ കുറുകൻ, നീണ്ടത് വേണമെങ്കിൽ നീണ്ടത്, അതൊക്കെ അവരവർക്ക് തീരുമാനിക്കാം. ഇവിടെയും ചപ്പാത്തിക്ക് ഉപയോഗിക്കാം, ചോറിന് ഉപയോഗിക്കാം, പിന്നെ ബ്രെഡിന് ഉപയോഗിക്കാം, ഇഷ്ടമുള്ളതിനൊക്കെ ഇടിയപ്പത്തിന് ഉപയോഗിക്കാം. അങ്ങനെ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ആവാം. തീ കുറച്ചിട്ടിരിക്കുകയാണ്. ഇനി ഒന്ന് സിമ്മർ ചെയ്ത് തുടങ്ങി ഉടൻ വാങ്ങാം. കുറച്ചും കൂടി നീട്ടാം വേണ്ടവർക്ക്, ചാറൊക്കെ വേണ്ടവർക്ക് നീട്ടുക, ചാറ് അധികം വേണ്ടാത്തവർക്ക് കുറുക്കുക. അതാണ് അതിൻ്റെ തത്വം. ഇത്രയുമാകാം. ദേ കണ്ടോ, തീയലെന്നല്ലേ പേര്. പക്ഷേ ഇത് അല്പം കൂടെ കുറുകി വരും. വേണമെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചോളൂ. കടുക് വറക്കേണ്ടവർക്ക് കടുക് വറക്കാം, വേണ്ടാത്തവർക്ക് വേണ്ട. അല്ലേ തന്നെ കോഴിക്കകത്ത് ഓയിലൊക്കെ ഉണ്ട്. ഒരു നുള്ള ഓയിൽ നമ്മൾ ഇത് വറുത്തപ്പം ചേർത്തിട്ടുണ്ട്. അതല്ല, ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് നിറയെ പച്ച കരിവേപ്പിലയും ഞെരടിയിട്ടങ്ങിട്ടാൽ അരിയോഹരി, കുരുമുളക് പൊടി അല്പം ഇട്ടതിന് ശേഷം അതൊരു ഫ്ലേവർ ഒപ്പിക്കാനാണ്. ആ മണം, രുചിയല്ല മണം. സിമ്മർ ചെയ്ത് തുടങ്ങി. ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കണ്ട. തിളച്ച് തുടങ്ങി. അരപ്പൊക്കെ നല്ലപോലെ കണ്ടോ, അതിൻ്റെ കളറും ഒക്കെ നല്ല മനോഹരമായ കളറാണ്. എരിവും ഉപ്പും മുളകും ഒക്കെ പാകമാണ്. കുരുമുളക് ചതച്ചത് ഒരു 5-8 കുരുമുളകിൻ്റെ അത്രയും മതി. ഞാൻ ഓഫാക്കുന്നു. അപ്പോൾ പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അഥവാ കുറച്ച്. ഇനി അടുത്ത ഐറ്റം നുള്ളി പറിച്ച കരിവേപ്പില, നുള്ളി പറിക്കാത്ത കരിവേപ്പില. നല്ല ഹെൽത്തിയായ ഒരു സിമ്പിൾ ചിക്കൻ കറി. ആ സിമ്പിൾ ചിക്കൻ കറി ഇതാ തയ്യാർ. അപ്പോൾ എല്ലാവരും ഇറച്ചി തീയൽ കഴിച്ചു. എത്ര എളുപ്പമാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് പറഞ്ഞാൽ വഴറ്റുകയേ വേണ്ട. ആകെ വേണ്ടത് ഒന്നും വഴറ്റണ്ട. ഇറച്ചിയും ഉള്ളിയും കൂടെ വേവിക്കുക, ഉപ്പ് ചേർത്ത്, മുളക് പൊടി പോലും ചേർക്കണ്ട. വേണേ നുള്ളു മഞ്ഞപ്പൊടി മാത്രം ഇട്ട് വേവിക്കുക. വെന്താലുടൻ അല്ലെങ്കിൽ പകുതി വേവാകുമ്പോൾ തേങ്ങ വറുത്തരച്ചത്, മല്ലിമുളകും തേങ്ങയും അത്യാവശ്യം കുരുമുളകും ഒക്കെ കൂടെ മാത്രം അരച്ചത്. കുരുമുളക് വറക്കണ്ട, മല്ലിമുളകും തേങ്ങയും 2-3 ഉള്ളിയും മാത്രം വറുത്താൽ മതി. അതിൽ കൂടിയ സാധനങ്ങളൊന്നും വേണ്ട. സ്വല്പം ഇറച്ചിയല്ലേ, ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞും വേവിക്കുമ്പോൾ ഇടുക. ദാറ്റ്സ് ഓൾ. കണ്ടല്ലോ എല്ലാവരും. പിന്നെ അരപ്പ് ചേർത്തു, കടുക് വറുത്തു. ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ അനിയത്തിയുടെ മകളവിടെയുണ്ട്.
ധന്യ എന്നാണ് ഒഫീഷ്യൽ നെയിം. പിന്നെ ബിനു എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അവൾ ഇറച്ചിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ്. അവളുടെ വീട്ടിൽ ഞാൻ ഒരാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇറച്ചിയെല്ലാം കൊണ്ടുവന്ന് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ, മോളെ നിനക്ക് ഞാൻ ഉള്ളിക്കോഴി ഉണ്ടാക്കി തരട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി സ്ട്രിക്റ്റായിട്ട് ഓർഡർ ഇടുന്ന പോലെയാക്കാൻ അശട്ടി വർത്താനം, അമ്മച്ചി മര്യാദയ്ക്ക് അവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങിയിരുന്നു. ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് ഇവിടെ എനിക്ക് പണിത് ആഹാരമൊന്നും ഉണ്ടാക്കി തരണ്ട. നല്ല പറച്ചിലായിരുന്നു അത്. അപ്പോൾ ഞാൻ തന്നെയല്ല, നമുക്കവിടെ കുക്ക് ചെയ്യാനും എനിക്ക് വിഷമമാണ്. ഒരു ശകലം പുക വന്നാൽ ഉടനെ അലാമടിക്കാൻ തുടങ്ങും. വല്ലവരും വന്നെങ്കിലോ ഒന്ന് പേടി, അവിടുന്ന് ഇവിടുന്നും ഒക്കെ അലാറം കേൾക്കാം. അപ്പോൾ നമുക്ക് ഈ സ്മോക്കല, അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവരെ ഒന്ന് നല്ല ഡിഫറെൻറ്റ് ഡിഷ് കൊടുക്കാമെന്ന് വിചാരിച്ചു തന്നെയാണ്. പക്ഷെ എല്ലാ വീട്ടിലും പോയപ്പോൾ ഞാൻ എല്ലായിടത്തും സന്തോഷമായിട്ട് കേക്ക് ഉണ്ടാക്കി. എന്താണെന്നറിയാമോ, നമ്മളുടെ ഒരു റബ്ബർ ഉറയ്ക്കുന്ന ആ വലിയ അലൂമിനിയം ഡിഷില്ലേ, അത് നിറച്ചൊരൊറ്റയടിക്ക് അങ്ങ് കയറും. കൂട്ടുണ്ടാക്കിയെടുത്താൽ ഒരിക്കൽ പോലും കറണ്ട് പോകില്ല. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് വേവിച്ചെടുക്കുകയും ചെയ്യാം. കറക്റ്റ് ബ്രൗണൊക്കെ ആക്കി അതിനുള്ള ഫാൻ ഫിറ്റിങ്ങും എല്ലാം ഈ ഓവൻ്റെ അകത്ത് തന്നെയുണ്ട്. ഒന്നിച്ച കുക്കിംഗ് റേഞ്ചിനകത്തേത് അതൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ബിനുവിൻ്റെ കാര്യം ഓർത്തു. അവളിപ്പോൾ അമേരിക്കയിലും ഇതൊക്കെ കോവിഡും കൂടെ ആയതുകൊണ്ട്, വർക്കിംഗ് ഫ്രം ഹോം ആയതുകൊണ്ട് പലതും ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടും ഉണ്ടാക്കുന്നുണ്ട് അവിടെയും. എൻ്റെ അനിയത്തി സുധയുടെ മകളാണ് ബിനു. അപ്പം ഞാൻ റീക്യാപിറ്റുലേഷനും പറഞ്ഞു, സ്റ്റോറിയും പറഞ്ഞു. ഇനി ഒരു നന്ദി നമസ്കാരവും കൂടെ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും ഇത്രയും എളുപ്പമായതുകൊണ്ട്, എളുപ്പത്തിന് വേണേൽ ഇത് കുക്കറിൽ ഈ കോഴി ആയതുകൊണ്ട് ഫുൾ വിസിൽ കൊടുക്കരുത്. ഒരു ഹാഫ് വിസിൽ അക്വയർ ചെയ്യുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിട്ട് തുറന്നാൽ, തണുത്ത് തുറന്നാൽ കറക്റ്റായിട്ടൊക്കെ വെന്ത് കിട്ടും. അതൊന്നും പഠിക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ പക്ഷേ അത് ചെയ്യാറില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളെ ഇത് ഓരോന്നും കാണിച്ചു തരാനൊക്കെ പോകണ്ടേ. അല്ലെങ്കിലും എനിക്ക് അത്ര ഒരുപാട് അങ്ങോട്ട് വെന്ത് മണമണത്ത ഇറച്ചി കഴിക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ ഇതും ഉണ്ടാക്കി നോക്കുക. നന്ദി, നമസ്കാരം.